1 സ്പൂൺ ഉലുവ ഈ രീതിയിൽ കഴിച്ചാൽ ഷുഗർ കൺട്രോൾ ചെയ്യാം, എല്ലുകളുടെ ആരോഗ്യം കൂട്ടാം, വണ്ണം കൂടുതലുള്ളവർക്ക് വണ്ണം കുറയ്ക്കാം, കൂടാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി തയ്യാറാക്കാൻ 3 ചേരുവകളാണ് ആവശ്യം. ആദ്യം നമുക്ക് ആവശ്യം 1 സ്പൂൺ ഉലുവയാണ്. ഫൈബർ ധാരാളമടങ്ങിയ ഉലുവ ദഹനം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. മലബന്ധവും നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും അകറ്റാനും ഗ്യാസ് കെട്ടിനിന്ന് വയറു വീർത്തിരിക്കുന്ന അവസ്ഥയെ തടയാനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. കൂടാതെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഉലുവ സഹായിക്കും. ഇതുകൂടാതെ എല്ലുകൾക്കാവശ്യമായ കാൽഷ്യവും മെഗ്നീഷ്യവുമെല്ലാം ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളടങ്ങിയ ഉലുവ മുട്ടുവേദനയും സന്ധിവേദനയുമൊക്കെ അകറ്റാനും സഹായിക്കും. ഇനി ഈ ഹോം റെമഡി തയ്യാറാക്കാൻ ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് നെയ്യ്. ഡൈജസ്റ്റീവ് എൻസൈംസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ശരിയായ രീതിയിൽ പോഷകങ്ങളുടെ ആഗിരണം നടക്കാൻ വളരെ നല്ലതാണ് നെയ്യ്. കൂടാതെ നെയ്യ് ഇൻറ്റസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും. IBS കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കുറയ്ക്കാനുമൊക്കെ നെയ്യ് സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പാലാണ്. കാൽഷ്യം ധാരാളമുള്ളതിനാൽ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പാൽ. എല്ലുകളുടെ ബലം കൂട്ടാനും ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖത്തിൽ നിന്ന് എല്ലുകളെ സംരക്ഷിക്കാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് പാൽ. കൂടാതെ കാൽഷ്യം കൃത്യമായി ആഗിരണം ചെയ്യാനുള്ള വൈറ്റമിൻ ഡിയും പാലിലുണ്ട്. കൂടാതെ വയറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പാൽ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കിന്നിനും വളരെ നല്ലതാണ് പാൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉലുവ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഉലുവ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുക. ഉലുവ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ പൊടിച്ചെടുത്ത് തയ്യാറാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കാം. ഞാനിത് ഒരു ദിവസത്തേക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ ഉലുവപ്പൊടി 1/2 ഗ്ലാസ് ചൂടുള്ള പാലിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളമടങ്ങിയതുമായ ഉലുവ നെയ്യിൽ വറുത്ത് പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് മൂലം വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഉലുവയും അതുപോലെ തന്നെ നെയ്യും പാലുമൊക്കെ ചർമ്മത്തിനും വളരെ ഗുണം ചെയ്യുന്നവയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായി നെയ്യിൽ വറുത്ത ഉലുവ പാലിൽ ചേർത്ത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഷുഗറുള്ളവർക്കും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് പാലിൽ ഉലുവ ചേർത്ത് കഴിക്കാം. എല്ലുകളുടെ ആരോഗ്യം കൂട്ടി എല്ലുകൾക്കുണ്ടാവുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖം തടയുന്നതിനും വളരെ നല്ലതാണ് പാലിൽ ഉലുവ ചേർത്ത് കഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണിത്. വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനുമൊക്കെ വളരെ നല്ലതാണ് നെയ്യ്. ഗ്യാസ്, നെഞ്ചിരിച്ചിൽ, മലബന്ധം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈകാലുകളുടെ വേദന, മുട്ടുവേദന, സന്ധിവേദനയൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. പിന്നെ പ്രമേഹമുള്ളവർ പാലെടുക്കുമ്പോൾ പാട നീക്കിയ പാൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈയൊരു റെമഡി രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. അടുപ്പിച്ച് 7 ദിവസം കുടിക്കണം. അപ്പോഴാണ് നല്ല റിസൾട്ട് ലഭിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്